ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ പ്രിയ സമുദായ അംഗങ്ങളെ, AD 52 മോർ തോമാസ് ലീഹ മലങ്കരയിൽ വന്ന് ക്രൈസ്തവ സഭയ്ക്ക് രൂപം കൊടുക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും വൈദിക സ്ഥാനികളെ നിയമിച്ചാക്കുകയും ചെയ്തു. എന്നാൽ മോർ തോമാസ് ലീഹ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷി മരണം പ്രാപിച്ചതിനെ തുടർന്ന് മലങ്കര സഭ ശിഥിലമായി തീരുകയും ചെയ്തു. എന്നാൽ വണിക് ശ്രേഷ്ഠനായ നായി തോമായ്ക്ക് വാണിജ്യ ബന്ധം മലങ്കരയുമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ശ്ലൈഹിക വാഴ്വോടെ ഉറഹാമാർ യോസഫ് മെത്രാൻ്റെയും വൈദികരുടെയും നേതൃത്വത്തിൽ AD 345 7 ഇല്ലം 72 കുടുംബം കൊടുങ്ങല്ലൂരിൽ കുടിയേറി മലങ്കര സഭയ്ക്ക് ഊർജം നൽകി. വിശുദ്ധ കുർബാന തക്സായും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പത്തിൻ്റെ പുളിപ്പും ആരാധനക്രമങ്ങളും എല്ലാം മലങ്കരയിൽ കൊണ്ടുവന്ന് അന്ത്യോക്യൻ പാരമ്പര്യം നിലനിർത്തിയത് ജ്ഞാനായക്കാരാണ്. എന്നാൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പായിരുന്ന മെനസസിൻ്റെ നേതൃത്വത്തിൽ പോർട്ടുഗീസ് ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും സുറിയാനി സഭയുടെ വിശ്വാസവും ആരാധനക്രമങ്ങളും ചരിത്രരേഖകളും തച്ചുടയ്ക്കുവാൻ ഉദയംപേരൂർ സുന്നഹദോസിൽ വെച്ച് ഇവയെല്ലാം കത്തിച്ചു കളയുകയും ചെയ്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പ്രതിനിധിയായി മോർ അഹത്തുള്ള ബാവായെ മലങ്കരയിലേക്ക് അയച്ചുവെങ്കിലും അന്നത്തെ ഭരണാധികാരികളുടെ സ്വാധീനത്തോടെ ആ പിതാവിൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ അനന്തരഫലമായി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഉറച്ചു നിന്നവരെ കൂട്ടി 1653 മട്ടാഞ്ചേരിയിൽ നടത്തിയ കൂനംകുരിശ് സത്യത്തിന് നേതൃത്വം നൽകിയത് കല്ലിശ്ശേരി പള്ളിയിൽ കബറടങ്ങിയ ജ്ഞാനായക്കാരനായ ആഞ്ഞിലിമൂട്ടൽ ഇട്ടിത്തൊമ്മൻ കത്തനാരാണ്. പിന്നീട് പല സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കാലാകാലങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പ്രതിനിധികളായി മെത്രാപ്പൊലീത്തന്മാരെ അയക്കുകയും ആ പിതാക്കന്മാരുടെ കീഴിൽ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവ് പരിശുദ്ധ പത്രോസിനോട്, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിയുമെന്ന് പറഞ്ഞ് ശ്ലൈഹിക പാരമ്പര്യവും പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയും അനുഭവിക്കുന്ന സമൂഹമാണ് ജ്ഞാനായക്കാർ. ജ്ഞാനായ സമൂഹത്തിലെ മേൽപ്പട്ടക്കാരായി അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പരിശുദ്ധ പാത്രിക്കീസ് ബാവായാൽ അംഗീകരിക്കപ്പെട്ട, വാഴിക്കപ്പെട്ട, നിയമിക്കപ്പെടണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അതിൻ്റെ രക്ഷയ്ക്കായി കടന്നു വന്നതും ജ്ഞാനായ സമുദായത്തിൻ്റെ കോട്ടയം വലിയപള്ളി ഇടവകയിൽപ്പെട്ട വൈദിക ശ്രേഷ്ഠരായിരുന്നു. സുറിയാനി സഭയ്ക്ക് നേതൃത്വം കൊടുത്ത മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന പാലക്കുന്നത്ത് മാത്യൂസ് മോർ അത്താനാസ്യോസ് തിരുമേനി മലങ്കര സഭയെ നവീകരണത്തിലേക്ക് നയിച്ചപ്പോൾ പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ വിശ്വാസ സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തിയത് ജ്ഞാനായക്കാരായ വൈദികരായിരുന്നുവെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനുശേഷം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം വാഴിച്ചു നൽകിയ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസ്യോസ് മെത്രാപ്പൊലീത്തായോട് ചേർന്ന് നിന്ന് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും കോടതികളിൽ വിജയം നേടിയെടുക്കുകയും ചെയ്തത് കോട്ടയം വലിയപള്ളി ഇടവാംഗമായ നസ്രാണി സിംഹം എന്നറിയപ്പെട്ടിരുന്ന EM ഫിലിപ്പ് എന്ന ശ്രേഷ്ഠ വ്യക്തിയായിരുന്നു. ജ്ഞാനായക്കാർ ആ കാലഘട്ടങ്ങളിൽ അവർക്ക് മാത്രമല്ല, സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ട അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ച്
സുറിയാനി സഭയുടെ ആരാധനക്രമങ്ങളും കാനോനും അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് 1910 ജ്ഞാനായ ഭദ്രാസനം രൂപീകരിക്കുന്നതുവരെ ശക്തവും സുധീരവുമായ നേതൃത്വം കൊടുത്തവരാണ്. 1910 ജ്ഞാനായ ഭദ്രാസനം രൂപീകരിച്ച പ്രഥമ മെത്രാപ്പൊലീത്തയായി ഗീവർഗീസ് മാർ സേവേറിയോസിനെയും ദ്വിതീയ മെത്രാനായി തോമാ മാർ ദിയസ്കോറോസിനെയും മൂന്നാമത്തെ മെത്രാപ്പൊലീത്തയായി ഏബ്രഹാം മാർ ക്രീമീസ് മെത്രാപ്പൊലീത്തയും വാഴിച്ച് സമുദായത്തിന് നൽകിയപ്പോൾ വംശശുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭദ്രാസനം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഇദംപ്രദമായി രൂപീകരിച്ചപ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് ജ്ഞാനായ സമൂഹത്തോടുള്ള താല്പര്യവും പൈതൃകവുമായ സ്നേഹവും എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ജ്ഞാനായ ഭദ്രാസനവും അന്ത്യോക്യൻ ബന്ധവും വേർപെടുത്തുവാൻ പാടില്ലാത്തതും ആ ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനവും ജ്ഞാനായ സമുദായത്തിലുണ്ടാകരുതെന്നും 1948-ലും 52-ലും 2003-ലും 2013-ലും ഭരണഘടന ഭേദഗതികൾ നടത്തിയപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1995-ൽ സുപ്രീം കോടതിയിൽ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിക്കേസിൽ വിധി വന്നപ്പോൾ ജ്ഞാനായ സമുദായം അതിൽപ്പെട്ട് നമുക്ക് പള്ളി നഷ്ടപ്പെട്ടു പോകാഞ്ഞതിൻ്റെ കാരണം ജ്ഞാനായ സമുദായം പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ആയതുകൊണ്ടാണ്. മാർത്തോമാ സഭയുടെ മേലധ്യക്ഷനായിരുന്ന കാലം ചെയ്ത അഭിമന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പലയിടത്തും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തന്മാർക്കോ എപ്പിസ്കോപ്പന്മാർക്കോ പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ സ്ഥാനനാമമായ ഇഗ്നാത്യോസ് എന്ന പേര് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നും പരിശുദ്ധ മൂറോൻ ഒരിക്കലും മാർത്തോമാ സഭയിൽ കൂദാശ ചെയ്തിട്ടില്ല എന്നും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ച മൂറോനോടുകൂടി കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇതിൽ കൂടെ നവീകരണത്തിലേക്ക് മാറിപ്പോയ മാർത്തോമാ സഭ പോലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. എന്നാൽ എഡേസായിലെ ഉറഹായിൽ നിന്നും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ മലങ്കരയിൽ വന്ന ജ്ഞാനായ സമൂഹം ഇക്കാലമത്രയും കാത്തു സൂക്ഷിച്ച അന്ത്യോക്യൻ പാരമ്പര്യവും കൈവപ്പും ജ്ഞാനായ സമുദായത്തിന് എന്നും അഭിമാനവും അന്തസ്സുമാണ്. ജ്ഞാനായ സമുദായം എന്ന കൊച്ചു സമൂഹം ആഗോള സുറിയാനി സഭയുടെ ഭാഗമായി പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ കീഴിൽ നിലനിൽക്കുമ്പോഴാണ് ജ്ഞാനായ സമുദായത്തിന് എന്നും നിലനിൽപ്പും അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടാകുന്നത്. നൂറ്റാണ്ടുകളായി നിലനിന്ന ഈ ബന്ധവും പാരമ്പര്യവും പൂർവപിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന സത്യവിശ്വാസവും പൗരോഹിത്യ നൽവരവും ശ്ലൈഹിക പിന്തുടർച്ചയും നഷ്ടപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. അത് തിരികെ കിട്ടുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ആയതിനാൽ അതിനിടയാക്കുന്ന ഒരു ശ്രമവും സമുദായ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദികരും പള്ളികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും ഉത്തരവാദിത്തമാണ് ഈ വിശ്വാസവും പൈതൃകവും അന്ത്യോക്യൻ ബന്ധവും അരക്കിട്ട് ഉറപ്പിക്കുക എന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അസോസിയേഷൻ അംഗങ്ങൾ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടും കൂറും വിധേയത്വവും ഭക്തിയാദരവും പ്രകടിപ്പിച്ചാണ് അസോസിയേഷൻ അംഗങ്ങളായിത്തീരുന്നത്. ആയതിനാൽ അന്ത്യോക്യൻ ജ്ഞാനായ ബന്ധം പരിരക്ഷിക്കുവാൻ ജ്ഞാനായ സമുദായത്തിലെ വൈദികരും അസോസിയേഷൻ അംഗങ്ങളും സത്യസന്ധതയോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.